പ്രശാന്ത് സാർ, പി സി ജോർജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അതിൻ്റെ കേസും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂകളും വിഷയങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ പി സി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് വളരെ ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പി സി ജോർജ് അഡ്രസ്സ് ചെയ്ത ഇഷ്യൂ എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട്, തീവ്രവാദവുമായി ബന്ധപ്പെട്ട്, ഈ കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. അത് കുറച്ചുകൂടി അഡ്രസ്സ് ചെയ്യപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ? അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ ഊന്നി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ പി സി പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവകരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും പി സി പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം, പി സി ഇത് വളരെ നേരത്തെ പറയുന്നുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പി സി അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, എന്നെ പൂഞ്ഞാറിൽ തോൽപ്പിച്ച അതേ പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ് പാലക്കാട് BJP തോൽപ്പിച്ചത്. അപ്പൊ അതിനെ വ്യക്തത വരുത്തുന്ന രീതിയിലാണ് അതിനെപ്പറ്റി ചർച്ച വരുമ്പോൾ അത് ശരിയാ. SDPI കാരും PFI കാരും പ്രകടനം നടത്തുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിന് അകത്ത് അവരുടെ വ്യക്തത വരുത്തി നിൽക്കുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പിനെല്ലാം ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അവരുടെ ആജ്ഞ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പൊ മുസ്ലിം ലീഗ് ഇപ്പം നോക്കുമ്പോൾ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പണ്ട് മറച്ചു പിടിച്ചു, പൊതിഞ്ഞു പിടിച്ചു, അല്ലെങ്കിൽ ചിറകിനടിയിൽ വെച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ എല്ലാം പരസ്യമായിട്ട് വേണമെങ്കിൽ പോലും അംഗീകരിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്സിലാണ് പോകുന്നത്. 2026 ഏത് അവസരത്തിലും അധികാരത്തിൽ വരണം. അപ്പം ഇത് തുറന്നു പറയുന്നതിനും പച്ചയ്ക്ക് പറയുന്നതിനും BJP നേതാക്കന്മാർ മറ്റ് നേതാക്കന്മാരിലുപരി ഇപ്പൊ പി സി വരുന്നുണ്ട്. പി സി ഇപ്പം പി സിയെ കാണുമ്പോൾ മാധ്യമങ്ങൾ ഓടിയെടുക്കും, കാരണം എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ വാർത്തയാക്കണം. പി സി അപ്പൊ ഉടനെ പറയുന്നത് നരേന്ദ്രമോദിയെ കണ്ടില്ലേ, ഇന്ത്യയെ കണ്ടില്ലേ, ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ, കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, കേരളത്തിൽ നടക്കുന്ന വർഗീയതയല്ലേ, പ്രശ്നമല്ലേ, ഇവിടുത്തെ അല്ലെങ്കിൽ മത തീവ്രവാദികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, ഇവിടുത്തെ മുസ്ലിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ പുറത്ത്, ഹിന്ദുക്കളുടെ പുറത്ത്, ഇങ്ങനെ വ്യക്തത വരുത്തി ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുക. ഇതിന് വലിയൊരു ഹൈലൈറ്റ് കിട്ടുകയും ചെയ്യും. ഈ സാക്കീറുമായിട്ടുള്ള വിഷയം, ചാനൽ ചർച്ചയിലെ വിഷയം ഈ പറയുന്നത് പോലെ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ രാംകുമാർ സാർ പറഞ്ഞതുപോലെയൊക്കെ അതിനകത്തൊന്നും ഒരു വർഗീയ പരാമർശമൊന്നും അല്ല. ഈ വർഗീയ പരാമർശം നടത്തി പി സി ജോർജിനെ ഒതുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ ഏറ്റെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു തന്ത്രമാണ്. പക്ഷെ അത് പൊളിഞ്ഞു പോയി. അപ്പം ഇപ്പം പറഞ്ഞ ഈ പറയുന്നത് പോലെ ഈ പി സി ജോർജിന്റെ പുറയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെ. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പല രൂപത്തിലാണ്. അതൊരു പ്രത്യേക പാർട്ടിയൊന്നുമല്ല. അത് നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പി സി ജോർജിനെതിരെ വരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ് നമ്മൾ ഈ അൻവറിൽ കൂടി കാണുന്നത്. ഈ അൻവർ ഇവിടെ പോകുന്നു, അൻവറിന്റെ സംസാരം. അപ്പം അതിനകത്ത് സംസാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമാണല്ലോ ഇന്ന് കേന്ദ്രത്തിൽ നടക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിൽ ഈ പറയുന്നത് പോലെ നടന്ന രാഷ്ട്രീയം, BJP വന്നപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയം, BJP എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയാണ്. അത് മറ്റു മതങ്ങളെ ഇല്ലായ്മ ചെയ്യും, അല്ലാതെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യും. ഒരുപക്ഷെ അവരെയൊക്കെ ഇവിടുന്ന് മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ ഒരു അവസരം കിട്ടിയാൽ വിടുമെന്നുള്ള രീതിയിലുള്ള പ്രചരണം വളരെ കാലം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ പ്രചരണത്തിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. BJP എന്ന് പറയുന്ന പാർട്ടി വർഗീയ പാർട്ടിയല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ അവര് എടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, ഇതെല്ലാം ഇന്ത്യയിലുടനീളമുള്ള എല്ലാ മതസ്ഥരെയും ഒരുപോലെ കരുതിയാണെന്ന് മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, അല്ലെ വ്യക്തത വരുത്തി. അവിടെയൊക്കെയുള്ള പ്രതിപക്ഷത്തിന്റെ ഈ മാതിരിയുള്ള പ്രചരണങ്ങൾ പാഴ്വേലയായി പോകുന്ന ഒരു അവസ്ഥ. അതാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടുമ്പോൾ BJPക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതിന് കാര്യം. അപ്പം ആ ഒരു പ്രചരണം ഇപ്പോഴും ഒരു പരിധി വരെ വർക്കൗട്ട് ആകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഈ സാധനം വർക്കൗട്ട് ആവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പണി ഏറ്റവും ഉച്ചത്തിൽ, അല്ലെങ്കിൽ ഇതാണ് ശരി, ഇവർ പറയുന്ന പ്രചരണം, BJPക്കെതിരെ പറയുന്ന പ്രചരണം തെറ്റാണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണവുമായിട്ടാണ് പി സി ജോർജ് ഇറങ്ങുന്നത്. അതായത് 2026 UDFന് അധികാരത്തിൽ വരണമെങ്കിൽ UDFന്റെ പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകൾ, ഒന്ന് മുസ്ലിം വോട്ടാണ്, അത് 30%. അതിന്റെ കൂടെയുള്ള 15% വോട്ടും ബഹുഭൂരിപക്ഷം കിട്ടുന്നത് UDFന് തന്നെയാണ്.
അപ്പൊ ഈ മുനമ്പം നമ്മൾ ഏറ്റവും അവസാനം കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുനമ്പം വിഷയമായി. മുനമ്പം വിഷയം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കി? മുനമ്പം വിഷയത്തിന്റെ പുറകിൽ ഇപ്പോഴും ആരാണ്? മുനമ്പം വിഷയത്തിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യാതെ നിൽക്കുന്നത് ആരാണ്? ഇതെല്ലാം വളരെ വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി പി സി ജോർജിന് കഴിയുന്നുണ്ട്. പി സി ജോർജിന് കഴിയുമ്പോൾ ആ മുനമ്പം വിഷയത്തിനകത്ത് 200 ഹിന്ദു കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് 300ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട്, ലാറ്റിൻ കാത്തോലിക്സ് ഉണ്ട്. അപ്പൊ ആ ലാറ്റിൻ കാത്തോലിക്സിന്റെ വിഷയം, അവരുടെ വോട്ട്, UDFന്റെ കൃത്യമായ വോട്ട്, പരമ്പരാഗതമായ വോട്ട്, ആര് മാറ്റിയാലും മാറാത്ത വോട്ട്, ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് ജയിക്കാൻ, ശശി തരൂർ ജയിക്കാൻ ഏറ്റവും അവസാനം സഹായിച്ച വോട്ട്, ഈ വോട്ട് അവരുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും കൂടെ നിർത്താം, എന്നിട്ട് മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാം എന്നുള്ള പൊളിറ്റിക്സ് ആയിരുന്നല്ലോ ഈ UDFും കോൺഗ്രസും ഒക്കെ എടുത്തത്. അപ്പൊ അതിനെ അവിടെ പൊളിച്ചു. അതിനെ അവിടെ പൊളിച്ചപ്പോൾ അതിന്റെ വ്യാപ്തി കേരളം മൊത്തം ഉണ്ടാക്കുന്നതിന് പി സി ജോർജ് അന്ന് തൊട്ടെടുക്കുന്ന പണി, പി സി ജോർജിന്റെ മകൻ എടുക്കുന്ന പണി, അല്ലെങ്കിൽ ഇപ്പോഴും അതിന്റെ തുടർച്ചയായിട്ട് എടുക്കുന്ന പണി. അപ്പൊ ഈ ബില്ല് പാസ്സായി കഴിയുമ്പോൾ അതിനെ പറ്റിയുള്ള ചർച്ച വീണ്ടും ലൈം ലൈറ്റിൽ നിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നേതാവ്. അതുപോലെ തന്നെ ഈ പറയുന്ന കാത്തോലിക്സിന്റെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെയും ഒക്കെ ഇടയിൽ ഇതാണ് കാര്യം, ഇതാണ് നമ്മുടെ വിഷയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പി സി ജോർജിന് കഴിയും. അതുപോലെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെ തീവ്ര ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇതുവരെ ക്രിസ്ത്യാനികളോട് ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും പലരും ഇത് പറയാൻ മടിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ യാതൊരു മടിയുമില്ലാത്ത നേതാവ്. അത് കൈവെട്ട് കേസായാലും കൊള്ളാം, ഈ പറയുന്ന ഈ നമ്മുടെ ലവ് ജിഹാദിന്റെ വിഷയത്തിനകത്ത് പറഞ്ഞപ്പോൾ ബിഷപ്പിനെ ആക്രമിക്കാനും അല്ലെങ്കിൽ ആസ്ഥാനം ആക്രമിക്കാനും ചെന്നപ്പോൾ എടുത്ത നിലപാട്, അത് BJP ആണ് എടുത്ത നിലപാട്. അന്ന് പി സി ജോർജ് BJPയുടെ ഭാഗമല്ലെങ്കിൽ പോലും കൂടെ നിന്ന കാര്യങ്ങൾ. അപ്പം അതുപോലെ തന്നെ ഈരാറ്റുപേട്ട പള്ളിക്കകത്ത് കുർബാന നടന്നപ്പോൾ പള്ളിയിലച്ഛന്റെ നെഞ്ചത്ത് കുർബാന നടക്കുവാണെന്ന് പറഞ്ഞപ്പോൾ ബൈക്ക് റേസ് പള്ളിക്കകത്ത് നടത്തിയപ്പോൾ അതിന് തടയാൻ ചെന്ന പള്ളിയിലച്ഛനെ ആക്രമിച്ച കേസ്, ഇതിന്റെ പുറകിൽ നിന്നത് BJP ആണ്. അതായത് UDFും LDFും ഒന്നും മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന എന്ത് കൊള്ളരുതായ്മയായാലും അത് കോംപ്രമൈസ് ചെയ്യുന്നതിലും മറച്ചു പിടിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ അത് അന്ന് BJP മാത്രമാണ്, RSS മാത്രമാണ് ഈ സമുദായത്തിന്റെ കൂടെയുള്ളത്, അവരെ സഹായിച്ചിട്ട് പോലുമല്ല. അപ്പം ആ കാര്യങ്ങൾ, മറന്നുപോയ കാര്യങ്ങൾ, ഈ പറയുന്ന പോലെ UDF മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗ് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഊതി വീർപ്പിച്ച് അത് ലൈം ലൈറ്റ് നിർത്തുന്നതിന് വേണ്ടി പി സി ജോർജിനെ, അത് തന്നെയാണ് പി സി ജോർജിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇവരുദ്ദേശിച്ചത് പി സി ജോർജ് ഈ കാര്യങ്ങൾ നിരന്തരം പറയുമ്പോൾ അത് ഏറ്റു പറയുന്നതിന് വേണ്ടി കേരളത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ BJPക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇവർ കളിക്കുന്ന ക്രിസംഖ്യകൾ തയ്യാറായി കഴിഞ്ഞാൽ അടുത്ത 2026 UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് ഊതി വീർപ്പിക്കുകയും ഇത് നിരന്തരം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ UDFന്റെ ഒരു ഭാഗമാണ് പോകുന്നത്. അതായത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന UDF കേരളത്തിൽ ജയിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് മാത്രമാണ് ജയിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതുപോലെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഏകദേശം ഒരുപോലെയുള്ള വോട്ടുള്ള കേരളമാണ്. അപ്പൊ അതിനകത്ത് അവർ മറച്ചു പിടിച്ച് അല്ലെങ്കിൽ അവർ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ നിന്ന മുസ്ലിം ലീഗിന്റെ ചെയ്തികൾ, ക്രിസ്ത്യാനികളുടെ ചെയ്തികൾ, അവരുടെ കൂടെ നിൽക്കുന്നതിനകത്ത് ക്രിസ്ത്യാനിക്ക് നാളെ കാലത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, ഇത് ഊർജ്ജ വീർപ്പിച്ചു കൊണ്ടുവരുമ്പോൾ 2026 ഈ പറയുന്ന UDF അധികാരത്തിൽ വരത്തില്ല. UDF അധികാരത്തിൽ വരാതിരുന്നാൽ കോൺഗ്രസിനെക്കാട്ടിൽ കൂടുതൽ നഷ്ടം വരാൻ പോകുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. ഇപ്പം മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ്. അത് PFIക്കാരനായാലും കൊള്ളാം, ജമാഅത്തെ ഇസ്ലാമി ആയിക്കൊള്ളാം. അപ്പം അതിനകത്ത് ഒരു തയ്യാറെടുപ്പ് നടത്തിയതാണ്. തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ ആ മുദ്രാവാക്യം, അവർക്കെതിരെയുള്ള മുദ്രാവാക്യം, അത് ആര് പറഞ്ഞാലും അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന മുദ്രാവാക്യവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാചകങ്ങൾ ആണ്. അതുകൊണ്ട് ആരും പറയാൻ പാടില്ല. പറയണമെന്നുണ്ടെങ്കിൽ പോലും കേസിനെ ഭയന്നും അല്ലെങ്കിൽ ഇത് ഈ മാതിരിയുള്ള പോലീസ് കോടതി വ്യവഹാരങ്ങളെ ഭയന്നുമൊക്കെ പറയാതിരിക്കുന്നതിനും നിശബ്ദമാക്കുന്നതിനും വേണ്ടി ശ്രമിച്ച ഒരു ശ്രമമാണ് പാളിപ്പോയത്. അപ്പൊ പി സി ജോർജ് ഇറങ്ങിയപ്പോ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം വാർത്ത പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ ഈ പോരാടാൻ തുടങ്ങുന്നത് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെയാണ്. അപ്പൊ ഇന്ത്യ വിരുദ്ധ ശക്തികൾ കേരളത്തിൽ ആരാണെന്ന് അടുത്ത ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് പ്രചരണത്തിലൂടെ കൊണ്ടുവരും. അടങ്ങിയിരിക്കുന്ന PC നമ്മൾ കണ്ടിട്ടില്ല. PC അടങ്ങിയിരിക്കണമെങ്കിൽ PC മരിക്കണം എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. അപ്പൊ PC ആണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണ് നമുക്ക് ഇനിയും അങ്ങോട്ടും കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും
എന്തായാലും അങ്ങ് പറഞ്ഞ വിഷയങ്ങൾ PC ഉന്നയിച്ച കാര്യങ്ങളൊക്കെ വളരെ ഗൗരവകരമാണ്. എന്തായാലും അത് പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.